ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. അപ്പോൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. പേഴ്സണൽ റീഡിങ്ങിന് പേയ്മെന്റ് ഉണ്ട്, ഫ്രീ റീഡിംഗ് അല്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്, ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ചില തീരുമാനങ്ങൾ ആത്മാർത്ഥമായി എടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ചില തീരുമാനങ്ങൾ ഈ പേഴ്സൺ നിങ്ങൾക്ക് അനുകൂലമായിട്ട് എടുക്കുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ പേഴ്സണെ പറ്റിയിട്ട് നല്ല രീതിയിൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ട് വേണം ഈ റീഡിങ് കാണാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയുക, നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായതായിട്ട് കാണിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്ട്രഗിൾ ചെയ്യാന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരുപാട് വളഞ്ഞു തിരിഞ്ഞ വഴികളാണ് കിടക്കുന്നത് അല്ലേ? നമുക്ക് കാർഡ്സിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, പക്ഷെ അത് നല്ല രീതിയിൽ വട്ടം കറപ്പിക്കുക, നമ്മൾ പറയില്ലേ, നമ്മളെ വട്ടം ചുറ്റിച്ച് കളയാന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇവിടെ പലവരുടെയും ലവ് സ്റ്റോറി, അല്ലെങ്കിൽ പലവരുടെയും ദാമ്പത്യ ജീവിതം, അല്ലെങ്കിൽ എന്ത് കണക്ഷൻ ആയിക്കോട്ടെ, അത് ചെന്നെത്തി നിൽക്കുന്നത്. സോ ഇവിടെ തീർച്ചയായിട്ടും പ്രോബ്ലംസ് നിങ്ങൾക്കിടയിലുണ്ട്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്ര നെഗറ്റിവിറ്റിയിലേക്ക് പോയാലും എടുത്തു പറയേണ്ടത് ഈ പേഴ്സന്റെ പോസിറ്റീവ് ആയിട്ടുള്ള മെന്റാലിറ്റിയാണ്, പോസിറ്റീവ് ആയിട്ടുള്ള മനോഭാവമാണ് ഈ പേഴ്സണെ നല്ല രീതിയിൽ വിജയത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾക്കും ആ ഒരു മെന്റാലിറ്റി കൊണ്ടുവരാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ ഈ പേഴ്സൺ എവിടെ ദൂരത്താണെങ്കിൽ പോലും നിങ്ങളുടെ അടുത്തേക്ക് ഓടി ഓടി എത്തണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, കാരണം ഈ പേഴ്സണ് നിങ്ങളുടെ കാര്യത്തിൽ പലതരത്തിലുള്ള തീരുമാനങ്ങളും എടുക്കേണ്ടതായിട്ടുണ്ട്. ഇനിയെങ്കിലും ഒരു കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് റിവേഴ്സ് എനർജി നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതായത് ഈ റിലേഷൻഷിപ്പിനെ തളർത്തി കളയുന്ന രീതിയിലുള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് ശത്രുക്കൾ ഉണ്ടാകാം. എന്തുകൊണ്ടോ ഇവിടെ ചാലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. പക്ഷെ നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ പേഴ്സണ് ലഭിച്ചിട്ടുള്ള ഒരുപാട് നന്മകളുണ്ട്. ആ നന്മകളെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ഈ പേഴ്സണ് നിങ്ങളായിട്ട് ഇനി വീണ്ടും മുന്നോട്ട് പോകാനായിട്ട് മനസ്സ് ആഗ്രഹിക്കുന്നത്. സോ നിങ്ങൾക്കാണെങ്കിൽ പോലും നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രോബ്ലം വന്നപ്പോൾ ആയിരിക്കണം ഈ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിച്ചത്, അല്ലെങ്കിൽ നിങ്ങൾ ഈ പേഴ്സണെ സഹായിച്ചിട്ടുണ്ടാവുന്നത്. ഓക്കെ, സോ അതൊന്നും ഈ പേഴ്സൺ അത്രയും പെട്ടെന്ന് മറന്നു കളയാൻ സാധിക്കില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങളോട് സ്നേഹത്തിനേക്കാൾ ഉപരി ഈ പേഴ്സൺ ഉള്ളത് കടപ്പാടാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളെ പിരിഞ്ഞിരിക്കുന്നതിൽ ഈ പേഴ്സൺ വളരെയധികം വേദനിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ്. നിങ്ങളായിട്ടുള്ള ഒരുമിച്ചുള്ള ജീവിതം ഈ പേഴ്സൺ പല രീതിയിലും മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പലതരത്തിലുള്ള സിറ്റുവേഷൻസ് ആണ് ഈ പേഴ്സണ് ഉള്ളത്. ഓക്കെ, സോ ഇവിടെ ഇപ്പൊ പറയാനാണെങ്കിൽ ഈ പേഴ്സൺ ഒരു മിറാക്കിളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ചിട്ട് ഒരു അത്ഭുതം സംഭവിക്കുകയാണെങ്കിൽ, പെട്ടെന്ന് പ്രശ്നങ്ങളെല്ലാം മാറി ഒന്നിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പേഴ്സണെ നല്ല രീതിയിൽ സപ്പോർട്ടീവായിട്ട് ഈ വ്യക്തിയുടെ കൂടെ മറ്റാരൊക്കെയോ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് സക്സസ്ഫുള്ളിലേക്ക് കൊണ്ടുപോയി എത്തിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം നിങ്ങളെ രണ്ടുപേരെയും സഹായിക്കുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾക്കിടയിൽ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ പേഴ്സണ് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ കൂടുതൽ വിശ്വാസം, കോൺഫിഡൻസും വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഈ പേഴ്സണ് എന്തായാലും നിങ്ങളിലേക്ക് എത്തിച്ചേരണം, നിങ്ങളായിട്ട് സംസാരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. കാരണം ഒരു ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായാൽ പല പ്രശ്നങ്ങളും ഇവിടെ മാറിപ്പോകുമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഈ പേഴ്സണെ മറ്റാരെങ്കിലും ഉപദേശിക്കുന്നുണ്ടാകാം. ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും
പലതരത്തിലുള്ള സിറ്റുവേഷൻസ് ആണ് നമുക്ക് കാണാനുള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഡിവോഴ്സിന്റെ വക്കിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടാകാം, ലവേഴ്സ് ഉണ്ടാകാം, അതായത് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൂടെ അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ലവേഴ്സ് ഉണ്ടാകാം, അല്ലെങ്കിൽ ഡിവോഴ്സിന്റെ വക്കിൽ നിൽക്കുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉണ്ടാകാം, ലിവിങ് ടുഗെദറിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാകാം. സോ ഏതൊരു സിറ്റുവേഷനിലാണെങ്കിൽ പോലും നിങ്ങൾക്കിടയിൽ പറഞ്ഞു തീർക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഉണ്ട് എന്നാണ് ഈ വ്യക്തി ഉറച്ചു വിശ്വസിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എന്താണ്, പലതരത്തിലുള്ള ചാലഞ്ചിങ് സിറ്റുവേഷൻസ് ആണ് നിങ്ങൾക്കിടയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ രണ്ടുപേരും നേരിട്ട് കാണണം എന്ന് വിചാരിക്കുമ്പോൾ പോലും അവിടെയും തടസ്സങ്ങൾ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ സാഹചര്യം പ്രതികൂലമായിട്ട് വരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് അവൈലബിൾ അല്ലാത്ത രീതിയിലേക്ക് വരാം. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കോൺഫിഡൻസ് ചിലപ്പോൾ കുറഞ്ഞു പോയിട്ടുണ്ടാകാം. പക്ഷെ ഒരിക്കലും അത് കുറഞ്ഞു കളയരുത്. കാരണം നിങ്ങൾ അത് വർദ്ധിപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. എപ്പോഴൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ തടസ്സങ്ങൾ അനുഭവിക്കുന്നത്, അപ്പോഴൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ സ്പിരിച്വലി അവെയ്ക്കണിങ് ആവുകയാണ് വേണ്ടത്. സ്പിരിച്വലി അവെയ്ക്കണിങ് ആകുമ്പോൾ തീർച്ചയായിട്ടും പല നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഇവിടെ ഫ്ലൈയിങ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാർഡ് നമുക്ക് ഒരു എന്താ പറയുക, ഒരു മിഡിൽ പോർഷൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഓൾസോ അതിൻ്റെ തൊട്ട് താഴെ വിഷിംഗ് വെല്ലാണ്. അതായത് നിങ്ങൾ കുറച്ചും കൂടി ആത്മീയമായിട്ട് ഉയരുകയും മനസ്സിലെ അഴുക്കുകളെല്ലാം മാറ്റി അത്രയും ശുദ്ധീകരിച്ച് വെക്കുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ തടസ്സങ്ങൾ ഉണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷെ അതിനെല്ലാം നിങ്ങൾക്ക് ഫേസ് ചെയ്യാനും അതിനെ തരണം ചെയ്യാനും നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യത്തിൽ ഈ പേഴ്സൺ എന്തൊക്കെയോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പോകുന്നുണ്ട്. അത് തീർത്തും നിങ്ങളെ സന്തോഷിപ്പിക്കുന്നത് തന്നെയായിരിക്കും. നിങ്ങളായിട്ട് ഒരുമിച്ച് ചേരാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു ഗുഡ് ന്യൂസ് തന്നെ ആയിരിക്കും. അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് തേടി വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ് സെറ്റ് ടു എവരി വൺ. ആൻഡ് ഓൾസോ ഇവിടെ ഏഞ്ചലിക് മെസ്സേജ് യു ഡിസേർവ് ലവ് എന്നാണ്. തീർച്ചയായിട്ടും നിങ്ങൾ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും അർഹതയുള്ള ആൾക്കാരാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യാതൊരു തരത്തിലും സംശയിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് വിധിച്ചതാണ് ഈ ഒരു റിലേഷൻഷിപ്പ്. സോ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരുന്നതായിരിക്കും. ആൻഡ് ഓൾസോ ദ റീകൺസിലിയേഷൻ. തീർച്ചയായിട്ടും ഇവിടെ നോ കോണ്ടാക്ട്, ഇപ്പൊ പറഞ്ഞല്ലോ ഡിവോഴ്സിന്റെ വക്കിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടാകാം, നോ കോണ്ടാക്ട് ബ്രേക്കപ്പ്, അതൊക്കെ മാറി നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അതുപോലെ ദിസ് കുഡ് ബി ദ വൺ എന്നാണ് കാണിക്കുന്നത്. കാരണം തീർച്ചയായിട്ടും എന്താണ്, ഈ പേഴ്സൺ നിങ്ങൾക്ക് ചില സമയങ്ങളിൽ ചിലപ്പോൾ സംശയം തോന്നിക്കുന്നുണ്ടാകാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താണ്, എങ്ങനെയാണ് എന്നുള്ളത് സംശയം തോന്നിക്കുന്നുണ്ടാകാം. ഈ പേഴ്സൺ ശരിയായിട്ടുള്ള ആളാണോ നെഗറ്റീവ് ആണോ? അപ്പോൾ സംശയം തോന്നിക്കേണ്ട ആവശ്യമില്ല. ദിസ് കുഡ് ബി ദ വൺ എന്നാണ് കിട്ടിയിട്ടുള്ളത്. ഈ പേഴ്സൺ തന്നെയാണ് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള വ്യക്തി. ഓക്കെ, ഇത്രയാണ് നമുക്ക് വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഏഞ്ചലിക് മെസ്സേജസ് ആണ് കിട്ടിയിട്ടുള്ളത്. സോ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും ബൈ.